യെസ്, മടങ്ങി വരുമ്പോൾ നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണവും അതിന്റെ തുടർച്ചയിലേക്കുമാണ്. അതിലേറ്റവും പ്രധാനം RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെ കേസെടുത്തു പോലീസ്. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് കേസ്. പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. മാരകമായ സ്ഫോടക വസ്തുക്കളല്ല ഉപയോഗിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. അതേസമയം രാത്രി തന്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നതാണ് KS ഹരിഹരന്റെ ആരോപണം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇന്നലെ രാത്രി CPM അതിന് മറുപടി കൊടുത്തു. ഹരിഹരൻ ഉന്നയിച്ച രാഷ്ട്രീയ ആക്ഷേപത്തിനും പരാമർശത്തിനും മറുപടി കൊടുത്തു എന്നതാണ് ഹരിഹരനും RMPയും ഒക്കെ ഉന്നയിക്കുന്ന ആക്ഷേപം. എന്താണ് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം? അപ്പോൾ പോലീസ് നടത്തുന്ന വിശകലനം, വിലയിരുത്തൽ അതെങ്ങനെയാണ്? സജിത്ത, രണ്ട് കാര്യങ്ങളിലും വിവാദം ഇപ്പോഴും കൊഴുക്കുകയാണ്. കാരണം ആദ്യം ഹരിഹരന്റെ പരാമർശം ഉണ്ടാകുന്നു. പരാമർശത്തിനെതിരെ CPM എല്ലാ ശക്തിയും എടുത്ത് ആഞ്ഞടിക്കുന്നു, പരാതികൾ നൽകുന്നു, ഒപ്പം രാഷ്ട്രീയമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് രാത്രി 8:15 ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും ചെയ്തത്. എന്തായാലും ഈ CPM നടത്തി വന്ന വാക്കുകൾ കൊണ്ടുള്ള അക്രമത്തിനപ്പുറം ഉള്ള ഒരു രീതിയിലേക്കാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത്. അതിന് പിന്നിൽ CPM തന്നെയാണ് എന്നാണ് ഹരിഹരനും RMPയും പറയുന്നത്. കാരണം ഈ മാപ്പ് പറഞ്ഞതുകൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല, കൂടുതൽ ഗൗരവമുള്ള രീതിയിലേക്ക് പോകുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് ഈ അർത്ഥം വെച്ചാണ്. ഇത്തരത്തിലേക്ക് ഒരു അക്രമത്തിന്റെ രീതി CPM എന്നും RMPയോട് സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇത്തരത്തിൽ തങ്ങൾ ആരോപണം ഉന്നയിച്ചതാണ്. കാരണം പാനൂരിലെ ബോംബ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് നേതാക്കളെയും സ്ഥാനാർത്ഥിയും ഒക്കെ ലക്ഷ്യം വെച്ചാണ് CPM മുന്നോട്ട് പോകുന്നത് എന്ന ആരോപണം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് എന്നാണ് RMP എന്തായാലും വ്യക്തമാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ KK രമയും ഹരിഹരൻ അടക്കമുള്ള ആളുകളും CPMനെ ഇതിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. എന്തായാലും 3 പേരാണ് ഈ പടക്കം അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് ഹരിഹരൻ പറയുന്നത്. ഈ സംഭവം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും അതുവഴി ബൈക്കിൽ റോന്തു ചുറ്റുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒപ്പം ഒരു ചുവന്ന വടകര രജിസ്ട്രേഷനുള്ള കാറും വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ കൂടി പലവട്ടം കടന്നുപോയി എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രാവിലെ ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്ത് പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഈ വടകര രജിസ്ട്രേഷനുള്ള കാറും ഈ ബൈക്കിൽ റോന്തു ചുറ്റിയ ആളുകളും ആ ബൈക്ക് എവിടെ നിന്നുള്ള ബൈക്കാണ് എന്ന് കണ്ടെത്താനടക്കമുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഹരിഹരന്റെ പരാമർശത്തിനെതിരായി നിരവധി പരാതികൾ ഉയരുകയും വടകര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിഹരന്റെ പരാതിയിലും കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും വരും ദിനങ്ങളിലും വിവാദമായി തന്നെ വടകരയിൽ കത്തിപ്പടരും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഫോടക വസ്തു എത്ര കണ്ട് മാരകമാണ്? അതല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന പടക്കം പോലെയുള്ള സ്ഫോടക വസ്തു, കൂടുതൽ എക്സ്പ്ലോസീവ് സ്വഭാവമില്ലാത്ത സ്ഫോടക വസ്തു എന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? തീർച്ചയായും വലിയ മാരക വിനാശശേഷിയുള്ള തരത്തിലുള്ള സ്ഫോടക വസ്തു അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൺട്രി ബോംബ് എന്നൊക്കെയുള്ള രീതിയിലുള്ള നാടൻ ബോംബ് എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന പടക്കത്തിന്റെ തന്നെ രീതിയിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചതെന്ന് പോലീസ് പറയുന്നു. ഒരുപക്ഷെ വീടിനകത്തേക്ക് എറിയാതെ അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താതെ ഒരു ഭയപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കൃത്യമായ സന്ദേശം നൽകുക എന്നതാവാം ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചുറ്റുമതിലിൽ തട്ടി പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്കോ അല്ലെങ്കിൽ അകത്തേക്കോ കടക്കാതെ ഒരു വലിയ അപകടത്തിൽ നിന്നും ഒഴിവായി എന്നാണ് RMPയും ഹരിഹരനൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഒന്ന് ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരിക്കാം ഈ സ്ഫോടനത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അല്ലെങ്കിൽ എത്ര രീതിയിലുള്ള ഒരു അക്രമത്തിനാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും കേസെടുത്തിരിക്കുന്നു, അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 8:15 ഹരിഹരന്റെ വീടിനു നേരെ ഇത്തരമൊരു സ്ഫോടക വസ്തു ഉണ്ടായത്. ഇന്നലെ ഒരു പകൽ മുഴുവൻ ചർച്ച ചെയ്തത് KS ഹരിഹരൻ നടത്തിയ വിവാദ സ്ത്രീവിരുദ്ധ പരാമർശവും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളുമാണ്. മാപ്പു പറഞ്ഞുകൊണ്ട് നിലപാടെടുത്താണ് KS ഹരിഹരൻ ഇന്നലെ അതിനെ നേരിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്നത്. CPM നേതൃത്വം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായി തന്നെ P മോഹൻ അടക്കമുള്ളവർ ശക്തമായി തന്നെ RMPയ്ക്കും KS ഹരിഹരനും പ്രതിപക്ഷത്തിനുമെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണെന്ന ആരോപണമാണ് RMP ഉന്നയിക്കുന്നത്. KS ഹരിഹരനും അത്ര നിലപാടെടുത്തു. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. മാരകമായ സ്ഫോടക വസ്തുവല്ല അവിടെ ഉപയോഗിച്ചത് എന്നതാണ് കണ്ടെത്തൽ. രാത്രി 8:15 സംഭവമുണ്ടായത്.
വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷ വിഷയങ്ങളുടെ സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ അതിനെ മാറുകയാണ്. കാരണം KS ഹരിഹരൻ നടത്തിയ പ്രസ്താവനയും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്കും അപ്പുറമുള്ള സംഭവങ്ങളിലേക്ക് ഇത് മാറുന്നു എന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ RMP CPM നേരിട്ടുള്ള ഒരു സംഘർഷ സാധ്യതകളിലേക്കും ഇതിനെ മാറ്റുന്നുണ്ടോ എന്നത് ആക്ഷേപമാണ് ഉയരുന്നത്. RMP എന്തായാലും CPM-നെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി CPM നേതൃത്വം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്.